ഈ വിശ്വാസത്തിന്റെ ധാര അത് ഇവിടം വരെ എത്തുന്നതിന് വേണ്ടി ശ്രമിച്ച വിശ്വാസികളായിട്ടുള്ള നമ്മുടെ പൂർവികരെ അത് മാർത്തോമാ വിശ്വാസത്തിന്റെ ഭാഗമായി ചെറുപ്പകാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ള വീട്ടില് കണ്ടറിയണം കേട്ടറിയാൻ പോലെ അത് മനുഷ്യന്റെ തനതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ. അന്യൻ ദുഃഖിക്കുമ്പോൾ അവന്റെ ദുഃഖവും അന്യൻ സന്തോഷിക്കുമ്പോൾ അവനോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ജൈവികമാണ്. കാരണം ഒരുത്തൻ സഫർ ചെയ്യുന്ന അവസരത്തിൽ അവനോടൊപ്പം തന്നെ സഫർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഫർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുത്തൻ ഓണേടാകുമ്പോൾ അവനോടൊപ്പം റിജോയ്സ് ചെയ്യുക എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും ആ മാർഗത്തിലൂടെ സഹജീവികളെ സഹവിശ്വാസികളെ സഹായിച്ചതുകൊണ്ടും സ്നേഹിച്ചതുകൊണ്ടും അവനോടൊപ്പം ദുഃഖിച്ചതുകൊണ്ടുമാണ് 150 വർഷ കാലഘട്ടം സംവത്സരങ്ങള് നമുക്ക് കഴിഞ്ഞു പോരുവാൻ സാധിച്ചത്. ഈ അവസരത്തിൽ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ചിലര് ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ കേരളത്തിൽ തന്നെ ഏതാണ്ട് 620 കുടുംബങ്ങള് അവർ ദുഃഖിക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം 150 വർഷ കാലഘട്ടം തിരുമേനിമാരും വൈദികരും സമൂഹ ശ്രേഷ്ഠന്മാരും ഭരണാധികാരികളും എല്ലാവരും സംരക്ഷിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അത് മാർത്തോമയുടെ ആ വിശ്വാസത്തിന് ഓടി നിന്നുകൊണ്ട് നമുക്ക് എത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദുഃഖിക്കുന്നവരോടൊപ്പം തന്നെ ദുഃഖിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അവരോടൊപ്പം സന്തോഷിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.